നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം റെയിൽ ബജറ്റ് ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ബജറ്റ് അവതരിപ്പിക്കും. നിരക്ക് വർധനയും കൂടുതൽ പുതിയ ട്രെയിനുകളും പ്രഖ്യാപിച്ചേക്കില്ല എന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ തുക അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. റെയിൽവേയുടെ യാത്രാനിരക്കുകൾ കൂട്ടണമെന്നാണ് 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേരിട്ടുള്ള നിരക്ക് വർധനയ്ക്ക് സർക്കാർ തയ്യാറായേക്കില്ല എന്നാണ് വിവരം. അതേസമയം റെയിൽവേയുടെ അടിസ്ഥാന മേഖലയിലെ വികസനത്തിനും വരുമാനം കൂട്ടുന്നതിനുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് റെയിൽവേ മന്ത്രാലയ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ പരോക്ഷമായ നിരക്ക് വർധന പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡീസൽ വിലക്കുറവിന് ആനുപാതികമായി യാത്രാനിരക്ക് കുറയ്ക്കാനും സർക്കാർ തയ്യാറായേക്കില്ല. പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം, ശേഷികൂട്ടൽ, ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്ക് കൂടുതൽ തുക നീക്കിവച്ചേക്കും. ദീർഘദൂര അതിവേഗ ട്രെയിനുകളും അതിവേഗ ചരക്കുവണ്ടികൾക്കും ബജറ്റിൽ ഊന്നലുണ്ടാകും. വിദേശ സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും സുരേഷ് പ്രഭുവിന്റെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണമാണ് കേരളത്തിന്റെ ആവശ്യം. പാലക്കാട് കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇപ്പോഴും പൂർണ്ണമായും ചുവപ്പുനാട താണ്ടിയിട്ടില്ല. റെയിൽവേ സോണും ശബരിപാതയുമാണ് മറ്റു പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ റെയിൽവേ സോൺ ഇത്തവണയും തഴയപ്പെടുമെന്നാണ് റിപ്പോർട്ട്. മീഡിയ 1, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി പാർലമെന്റിന് മുന്നിൽ നിന്നും ഹരീഷും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നും സവാദ് മുഹമ്മദും ചേരും വിശദാംശങ്ങളുമായി. ആദ്യം ഹരീഷിലേക്ക്. ഹരീഷ്, എപ്പോഴാണ് സുരേഷ് പ്രഭു ബജറ്റ് അവതരണത്തിനായി പാർലമെന്റിലേക്ക് എത്തുക? എന്താണ് മറ്റ് വിവരങ്ങൾ? ഹരീഷിലേക്ക് തിരിച്ചു വരാം. ഹരീഷ് പാർലമെന്റിന് മുന്നിലാണുള്ളത്. ഇപ്പോൾ സവാദ് മുഹമ്മദ് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. സവാദ്, ഏത് നിലക്ക് ഉള്ള പ്രതീക്ഷകളുമായാണ് റെയിൽവേ ബജറ്റിനെ കാത്തിരിക്കുന്നത്? നിരക്ക് വർധനയോ പുതിയ ട്രെയിനുകളോ ഉണ്ടാവില്ലെങ്കിലും മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കുള്ള പണം നീക്കിവെക്കലാണ് കേരളം അടക്കമുള്ള ഇടങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നിൽക്കുന്നത്. ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് ഏത് തരത്തിലുള്ള ബജറ്റായിരിക്കും റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു അവതരിപ്പിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വലിയ നവീകരണ പദ്ധതികൾക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം 1,36,000 കോടി രൂപയാണ് റെയിൽവേക്ക് വരുമാനമായി ലഭിച്ചത്. 1,41,000 കോടി രൂപയായിരുന്നു റെയിൽവേ പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 3.77% പ്രതീക്ഷിച്ച വരുമാനത്തിൽ കുറവുണ്ടായെന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും റെയിൽവേക്ക് ഇപ്പോഴുള്ള വെല്ലുവിളി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ചരക്ക് നീക്കത്തിലും ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇത് രണ്ടും തിരിച്ചു പിടിക്കുക, പരമാവധി യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ ചരക്ക് നീക്കത്തിൽ കൂടുതൽ അതിന്റെ വരുമാനത്തിൽ വർധനമുണ്ടാക്കുക എന്നീ തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ റെയിൽവേയുടെ മുന്നിലുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നിരക്ക് വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിനുള്ള തുക വർദ്ധിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു വരുമാന വർധനക്ക് കേന്ദ്രം ലക്ഷ്യമിടുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. ഈ വർഷം തന്നെ ഏതാനും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ചരക്ക് നീക്കത്തിലെ തുകകളുടെ വർധനവോ അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റുകളുടെ നിരക്ക് വർധനവോ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നില്ല. അതേസമയം തന്നെ ഇതിന് ഉപരിയായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് താങ്കളിൽ നിന്നും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഹരീഷ് പാർലമെന്റിന് മുന്നിൽ നിന്നും ചേരുന്നു. ഹരീഷ്, എപ്പോഴാണ് മന്ത്രിയും മറ്റുള്ളവരും എംപിമാരടക്കമുള്ളവരും പാർലമെന്റിലേക്ക് എത്തുക? ഏത് നിലക്കുള്ള പ്രതീക്ഷകളുമായാണ് പാർലമെന്റ് റെയിൽവേ ബജറ്റ് അവതരണത്തെ കാക്കുന്നത്? സനീഷ്, രാവിലെ 10:30 മണിയോടുകൂടി മന്ത്രി സുരേഷ് പ്രഭു ബജറ്റ് അവതരണത്തിനായി പാർലമെന്റിലേക്ക് തിരിക്കും. 11 മണിയോടുകൂടി പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ തന്നെ ആദ്യ നടപടിയായി ഇന്ന് റെയിൽവേ ബജറ്റ് അവതരണം നടക്കും.
എന്തായാലും ഈ ബജറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചില പുതിയ നടപടികൾ എന്നുള്ള രൂപത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ സുരേഷ് പ്രഭുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും സ്വകാര്യവൽക്കരണത്തിന് കൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റായിരിക്കും ഇപ്പോൾ ഇന്ന് സുരേഷ് പ്രഭു അവതരിപ്പിക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് ന്യായമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വരുമാനം കണ്ടെത്തുന്നതിനുള്ള പ്രതിസന്ധിയായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ബജറ്റിൽ സുരേഷ് പ്രഭു പ്രഖ്യാപിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിവിധ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ റെയിൽവേയുമായി ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങൾ, അതിനുവേണ്ടി രൂപീകരിക്കുന്ന കമ്പനികൾ, അതുവഴി കണ്ടെത്തുന്ന മൂലധനം. എന്നാൽ ബജറ്റിൽ അന്ന് പ്രഖ്യാപിച്ചതിനപ്പുറം ഈ രംഗത്ത് വലിയ മുന്നേറ്റമൊന്നും നടത്താൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തുന്നതിനുള്ള പുതിയ നീക്കങ്ങൾ എന്തെങ്കിലും ഈ ബജറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരക്ക് വർധന ഉണ്ടാവില്ല എന്നുള്ള സൂചന റെയിൽവേ വൃത്തങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പരോക്ഷമായ ചില നിരക്ക് വർധനകൾ റെയിൽവേ ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് പ്രീമിയം ട്രെയിനുകൾ പോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റെയിൽവേക്ക് നിരക്ക് കൂട്ടി വാങ്ങാവുന്ന രൂപത്തിലുള്ള ട്രെയിനുകളും അതുപോലെയുള്ള ബുക്കിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടെ പരോക്ഷമായ ചില നിരക്ക് വർധനകൾ ഈ ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിലേതിന് സമാനമായി തന്നെ പുതിയ പദ്ധതികളോ മറ്റോ വ്യാപകമായി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. കേരളത്തിന് നിരവധി പുതിയ പദ്ധതികൾ, അതുപോലെ തന്നെ റെയിൽവേ സോൺ എന്നിവ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഇതിൽ റെയിൽവേ സോൺ എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഇപ്രാവശ്യവും സഫലമാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതി. തിരിച്ചു വരാം ഹരീഷ്. നമുക്ക് കേരളത്തിന്റെ ആവശ്യങ്ങളൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഹരീഷ് ആണ് പാർലമെന്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിന് ശേഷം സുരേഷ് പ്രഭു പാർലമെന്റിലേക്ക് എത്തുകയും 11 മണിക്ക് റെയിൽവേ ബജറ്റ് അവതരണം നടത്തുകയും ചെയ്യും. വിവിധ ബ്യൂറോകളിലായി ഞങ്ങളുടെ അതിഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി കെ ബിജു MP അടക്കമുള്ളവർ, ശ്രീമതി മേരി ജോർജ്, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ N ശിവരാജൻ, ശ്രീമതി അസീറ അസീസ് തുടങ്ങിയ ആളുകൾ വിശകലനങ്ങൾക്കും പ്രതീക്ഷകൾ പങ്കുവെക്കുന്നതിനുമായി വിവിധ സ്റ്റുഡിയോകളും നമുക്കൊപ്പം ചേരും. കേരളത്തിന്റെ പ്രതീക്ഷകളാണ് നമുക്കിപ്പോൾ പ്രധാനമായും നോക്കേണ്ടതുണ്ട്. കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഉള്ളത്. പക്ഷേ ഈ ബജറ്റിൽ ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലക്കുള്ള പ്രതീക്ഷകൾ സഫലമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ ഇപ്പോഴും ജനത്തിനുണ്ട്. 2016-17 റെയിൽവേ ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവയാണ്. എറണാകുളത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് പുനഃസ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അതുപോലെ സബർബൻ ട്രെയിൻ സർവീസ് അനുവദിക്കുക എന്നുകൂടെ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. സബർബൻ ട്രെയിൻ സർവീസ് അനുവദിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട, വർഷങ്ങളായി നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊന്ന്, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക എന്ന ആവശ്യമാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, ചേർത്തല വാഗൺ ഫാക്ടറിക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണം, നെടുമ്പാശ്ശേരി സ്റ്റേഷൻ അനുവദിക്കുക എന്നീ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ പാതകളായി നമ്മുടെ പ്രതീക്ഷയിലുള്ളത് അങ്കമാലി ശബരി പുതിയ പാതയ്ക്ക് 100 കോടി രൂപ ലഭിക്കണം എന്നതാണ്. നിലമ്പൂർ നഞ്ചൻകോട് പാത, തലശ്ശേരി മൈസൂർ പാത. തലശ്ശേരി മൈസൂർ പാത വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് നമ്മുടേത്. തലശ്ശേരി മൈസൂർ പാതയെക്കുറിച്ച് ഉള്ള ആവശ്യവുമുണ്ട്. കാഞ്ഞങ്ങാട് പനത്തൂർ കണിയൂർ പാത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റെയിൽവേ പാത നമ്മളുടെ പ്രതീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ നിയമവുമായി ബന്ധിപ്പിക്കുന്ന പാതയും നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. കാഞ്ഞങ്ങാട് പനത്തൂർ പാത, നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര വണ്ടിയാക്കുക, തിരുവനന്തപുരം മധുര വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരത് തീർത്ത് ട്രെയിൻ കൊണ്ടുവരിക എന്നിവയാണ് പുതിയ ട്രെയിനുകൾ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരത് തീർത്ത് ട്രെയിൻ നമുക്ക് കിട്ടുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ. കന്യാകുമാരി ഗോവ വിനോദസഞ്ചാര ട്രെയിൻ, തിരുവനന്തപുരം മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ്, കന്യാകുമാരി ഗോവ വിനോദസഞ്ചാര ട്രെയിൻ എന്നിവയും നമ്മുടെ പ്രതീക്ഷകളിലുണ്ട്. തിരുവനന്തപുരം മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ്, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി പ്രതിദിന ട്രെയിനാക്കുക, തിരുവനന്തപുരം ബിലാസ്പൂർ പ്രതിദിന ട്രെയിനാക്കുക എന്നതും നമ്മളുടെ പ്രതീക്ഷയിലുണ്ട്. ഹൈദരാബാദ് തിരുവനന്തപുരം പ്രതിദിന ട്രെയിനാക്കുക, തിരുവനന്തപുരം മംഗളൂരു പാതയിൽ വാഹനങ്ങൾ ഓട്ടുക, നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിനെ സ്വതന്ത്ര വണ്ടിയാക്കുക എന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രതീക്ഷകളായി ഉള്ളത്. തിരുവനന്തപുരം ബംഗളൂരു പാതയിൽ പുതിയ ട്രെയിൻ അനുവദിക്കുക എന്നതുകൂടെ നമ്മുടെ പ്രതീക്ഷയായുണ്ട്. ഇപ്പോൾ സവാദ് മുഹമ്മദ് സ്റ്റുഡിയോയിൽ നിന്ന് വീണ്ടും തുടരുന്നു.
അതിഥികളിലേക്ക് പോകാം. സവാദും ഹരീഷും കൂടുതൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിന് ശേഷം ചേരും. ഇപ്പോൾ അതിഥികൾ വിവിധയിടങ്ങളുണ്ട്. PK ബിജു MP ഡൽഹിയിലുണ്ട് പാർലമെന്റിന് മുന്നിൽ നിന്ന്. ശ്രീ PK ബിജു, ഏത് നിലക്കുള്ള പ്രതീക്ഷകളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അതിന് പുറമെ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് ശുഭകരമാകുന്ന, റെയിൽവേക്ക് ശുഭകരമാകുന്ന നയത്തിന്റെ പ്രഖ്യാപനം കൂടെ ഉണ്ടാകും ഇന്നത്തെ ബജറ്റിൽ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? സുരേഷ് ബാബു പറഞ്ഞതിന്റെ തുടർച്ചയായിരിക്കും ഈ ബഡ്ജറ്റ്. ഞാൻ തിരിച്ചു വരാം ശ്രീ PK ബിജു. അവിടെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ശബ്ദം വ്യക്തമാകുന്നില്ല. അല്പസമയത്തിനകം സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽവേ മന്ത്രി റെയിൽ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. അദ്ദേഹത്തിന് റെയിൽ ബജറ്റിനെ പ്രതീക്ഷകളോടെയാണ് നോക്കിക്കാണുന്നതെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ട്രെയിനുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊന്നും ഉണ്ടാവുകയില്ല ഈ ബജറ്റിലും എന്നാണ് ലഭിക്കുന്ന വിവരം. നിരക്ക് വർധന ഉണ്ടാവുകയില്ല എന്ന സൂചന ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ശ്രീ PK ബിജു MP ഡൽഹിയിൽ നിന്നും അല്പസമയത്തിനകം ചേരും. അദ്ദേഹത്തെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴ സ്റ്റുഡിയോയുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾക്ക് വക നൽകാത്ത സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് പ്രതിപക്ഷത്ത് നിന്ന് നിരീക്ഷിക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്? സനീഷെ, ഇതിപ്പോ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാന്യനായ റെയിൽവേ മന്ത്രി ശ്രീ സുരേഷ് പ്രഭു ഇന്നലെ പാർലമെന്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശം നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത്, കുറച്ച് സമയം കാത്തിരുന്നാൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ബോധ്യമാകുമെന്നാണ്. അതിൻ്റെ അർത്ഥം എത്ര നാള് കാത്തിരിക്കണം, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള സൂചനയാണ് അതിലൂടെ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് പറഞ്ഞിരുന്നത് പുത്തൻ പ്രോജക്റ്റുകളില്ല, പുതിയ പ്രഖ്യാപനങ്ങളില്ല, ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ ഓൺഗോയിങ് പ്രോജക്ട്സിന് വേണ്ടി പ്രത്യേകമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാതെ, ബഡ്ജറ്ററി പ്രൊവിഷൻ ഇല്ലാതെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റെയിൽവേ നിരക്കിൽ വന്നിട്ടുള്ള വർധനയാണ്. റെയിൽവേ നിരക്കെന്ന് പറയുമ്പോൾ താൽക്കാൽ കോട്ട കൂട്ടിക്കൊണ്ട്, അതുപോലെ ക്യാൻസലേഷൻ റേറ്റ് കൂട്ടിക്കൊണ്ട് ഒക്കെ സർക്കാർ ചില നിലപാടുകളിലേക്ക് പോയി എന്ന് നമുക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ശ്രീ സുരേഷ് പ്രഭു വളരെ ഫിനാൻസ് മാനേജ്മെന്റിലൊക്കെ വലിയ ശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു പൊതു പ്രതീക്ഷ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപന വേളയിൽ പറഞ്ഞിരുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുത്തൻ നവീനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പുതിയ ആധുനിക മാർഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം, അതായത് ഒരു കോടി ഒരു നിമിഷം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റിനകത്തേക്ക് കയറേണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് വരാം വീണ്ടും. ശ്രീ PK ബിജു, താങ്കൾക്ക് പറഞ്ഞു വന്നത് തുടരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്. ഏത് നിലക്കുള്ള പ്രതീക്ഷകളാണ് നമ്മൾ വച്ചു പുലർത്തേണ്ടത്? റെയിൽവേക്കും രാജ്യത്തിനും പൊതുവിൽ ഗുണകരമാകുന്ന നയങ്ങളുടെ പ്രഖ്യാപനം കൂടെ ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചു വരാം. ഞാൻ തിരിച്ചു വരാം PK ബിജുവിലേക്ക്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, എനിക്ക് അങ്ങോട്ടേക്ക് പോകാനാകുന്നില്ല. താങ്കൾ പറഞ്ഞു വന്നത് തുടരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 1,70,000 കോടി രൂപ ഒരു വർഷം പുതിയ പ്രോജക്റ്റുകൾ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് 8.5 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രഖ്യാപനം. ഇതിലിപ്പോൾ 90,000 കോടി രൂപ, അതായത് പകുതി മാത്രമാണ്
ഇൻവെസ്റ്റ് ചെയ്യാൻ രാജ്യമൊട്ടാകെ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 രൂപ റെയിൽവേയുടെ കയ്യിൽ കിട്ടിയാൽ 83 പൈസ ചെലവാകും, 17 പൈസ ഞങ്ങൾ സേവ് ചെയ്യുന്ന. ഇപ്പോൾ 1 രൂപ 15 പൈസ ചെലവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വരുമാനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, അത് തന്നെ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ താഴെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്നുള്ള നിലയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുക വളരെ പ്രയാസമാണ്. റെയിൽവേ സംബന്ധിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഡബിളിംഗ് വേണം, ഇലക്ട്രിഫിക്കേഷൻ വേണം, പുതിയ ട്രെയിൻ വേണം, ഗേജ് കൺവേർഷൻ വേണം. ഇതൊക്കെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ യോജിച്ചു ചേർന്നുകൊണ്ടുള്ള പ്രോജക്റ്റുകളെ സംബന്ധിച്ച് അത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള സജഷൻസ് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ എടുത്ത് പറയേണ്ടി ഇരിക്കുന്നു. അപ്പോൾ വരുമാന വർധനവിനെ കുറിച്ച് അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള ആധുനികമായ മാർഗം കണ്ടുപിടിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാലാകാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് UPA ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിഴവിനെ കുറിച്ചടക്കം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്കമാലി ശബരി പാതയെക്കുറിച്ച്, അതുപോലെ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈനെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സോണുമായി ബന്ധപ്പെട്ട ആവശ്യമൊക്കെ, ചെറിയ റൂട്ടിലെ മെമു സർവീസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട MPമാരും ഒക്കെ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കൾ എന്നുള്ള നിലയിൽ കേരളത്തിലെ BJPയുടെ നേതൃത്വം, അത് ശ്രീ കുമ്മനം രാജശേഖരൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ ഇതുപോലെ അന്ന് ഞാൻ ഓർക്കുന്നു ശ്രീ V മുരളീധരൻ വലിയ ഒരു പട്ടികയുമായി അന്ന് സദാനന്ദ ഗൌഡയെയും അതുപോലെ തന്നെ സുരേഷ് പ്രഭുവിനെയും സമീപിച്ചിട്ടുള്ളതാണ്. അന്നും നമുക്ക് അതിന്റെ ഒന്നും ഫലമായിട്ട് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം റെയിൽവേ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പാർലമെന്റ് മെമ്പർമാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രിക്ക് തന്നെ അത് നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തീരദേശ റെയിൽവേ സോൺ അടക്കമുള്ള കോച്ച് ഫാക്ടറിക്ക് കൂടുതൽ പണം അനുവദിക്കണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും ആവശ്യമായി നിലനിൽക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഞാൻ തിരിച്ചു വരാം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. മറ്റ് അതിഥികൾ കൂടെ വിവിധ സ്റ്റുഡിയോകളിലായുണ്ട്. CPM MP ശ്രീ PK ബിജു പാർലമെന്റിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PK ബിജു, സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ്, കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതാവ് ശ്രീ സൺഷൈൻ, BJPയിൽ നിന്ന് നേതാക്കൾ അസീർ ആസീസ്, IAMൽ നിന്നുള്ള അസീർ ആസീസ് എന്നിവരാണ് നമ്മോടൊപ്പം ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമായി ചേരുക. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.